ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി സൂപ്പാണ്. ഷുഗറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇടനേരങ്ങളിൽ സ്നാക്സിന് പകരമായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാം. ഇതിൻ്റെ മറ്റൊരു പ്രധാന ഗുണമെന്ന് പറയുന്നത് ഇത് അമിതവണ്ണം ഉള്ള ആൾക്കാരെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് തന്നെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും ഗുണങ്ങളുള്ള ഒരു ഹെൽത്തി സൂപ്പാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിവിടെ ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. അതിനുശേഷം ഒരു 4 വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 8 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയൊക്കെ കൊടുക്കുക. അതിനുശേഷം പകുതി ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിടി ബീൻസും അതേപോലെ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഒരല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അമിതവണ്ണമുള്ള ആൾക്കാർ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 ടിപ്സുകൾ പറയാം കേട്ടോ. എപ്പോഴും ചെറിയ പാത്രത്തിൽ വേണം ഫുഡ് എടുക്കാനായിട്ട്. അതേപോലെ തന്നെ സാവകാശം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ടി വിയുടെ മുന്നിലൊക്കെ പോയിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ എത്ര അളവിൽ കഴിച്ചെന്ന് പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഓവറായിട്ട് കഴിക്കാനും സാധ്യതയുണ്ട്. പ്രകൃതിക്കിണങ്ങുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ആഹാരം കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ 1 സ്പൂൺ റാഗിപ്പൊടി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുക്കണം. ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ജീരകവും അതേപോലെ തന്നെ കുരുമുളകും കൂടി ഒന്ന് വറുത്തെടുത്ത് പൊടിച്ച് വയ്ക്കണം. പെരുംജീരകവും 12 കുരുമുളകുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത ശേഷം ഈ ഒരു മസാലക്കൂട്ട് കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ ആ റാഗി കലക്കിയത് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു പിടി മുരിങ്ങയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഒരുപാട് പേരുടെ പ്രശ്നമാണ് സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും. അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടാനായിട്ട് ഈ ഒരു സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ല രീതിയിൽ മാറ്റം കിട്ടുന്നൊരു കാര്യമാണ് കേട്ടോ. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ അമിനോ ആസിഡ്സും ഒക്കെ നമ്മുടെ ഉത്കണ്ഠ കുറയ്ക്കാനായിട്ട് ഗുണം ചെയ്യും. അപ്പോൾ BP ഒക്കെ ഉള്ളവർക്കും തലവേദന, സ്ട്രെസ് മൂലമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റാനായിട്ട് ഈ ഒരു സൂപ്പ് നല്ലതാണ്. കുട്ടികളുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ വളർച്ചയ്ക്കും വികാസത്തിനും അതേപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ തടയാനായിട്ടും നല്ല ഒരു സൂപ്പാണിത്. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് ഇതാ റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടോടുകൂടി തന്നെ അങ്ങ് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വയറ് നിറയുന്നൊരു ഫീൽ കിട്ടും. അതുകൊണ്ട് തന്നെ അമിതമായിട്ട് ആഹാരം കഴിക്കാനുള്ള ഒരു തോന്നലും ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ, അറിവുകളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.